പാലക്കാട് ജില്ലാ ആശുപത്രിക്കെതിരെ ഗുരുതരമായ ചികിത്സാ പിഴവാണ് ഉയർന്നു വരുന്നത്. പാലക്കാട് പല്ലശ്ശന സ്വദേശി വിനോദിനിയുടെ കൈയാണ് മുറിച്ചു മാറ്റേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ KGMO വിശദീകരിക്കുന്നത് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നുള്ള വിശദീകരണമാണ് KGMOയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. രണ്ടംഗ സംഘത്തിന്റെ റിപ്പോർട്ടിലും പറയുന്നത് അപ്രകാരമാണ്. ആശുപത്രി വേണ്ട വിധേനോട് എല്ലാ ചികിത്സയും നൽകിയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ഡോക്ടർമാർക്ക് ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ട് സമർപ്പിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പോൾ കുട്ടിയുടെ അമ്മ പ്രസീത 24നോടൊപ്പം ചേരുകയാണ്. അമ്മ ഇപ്പോൾ വളരെ ക്ലീൻ ചീറ്റ് നൽകുന്ന റിപ്പോർട്ടാണ് സമർപ്പിച്ചിട്ടുള്ളത്. അവർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അവര് എന്താണ് പറഞ്ഞാൽ അവര് പ്രൊട്ടക്ഷൻ ചെയ്യണമെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം ഈ ലോകത്ത് ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. കാരണം 8 ദിവസത്തിനുള്ളിൽ ഒരു കുട്ടീൻ്റെ കൈ ഇൻഫെക്ഷൻ വന്ന് കൈ മുറിച്ച് മാറ്റുക പറഞ്ഞാൽ അതൊരു വലിയൊരു ഇതല്ലേ. റിപ്പോർട്ടിൽ പറയുന്നത് അവർ ചികിത്സ നൽകിയിട്ടുണ്ടായിരുന്നു. ചികിത്സ നൽകിയത് നേരെ നൽകിയില്ല, അത്രേന്ന് പറയുന്നത്. ചികിത്സ നൽകുന്നത് നല്ല രീതിയിൽ നൽകിയില്ല. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കോണ്ടാക്ട് ചെയ്തു. അവര് അവിടേക്ക് 2 പേരിനെ അയച്ചു വിട്ടിട്ടുണ്ടെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? പിന്നെ ഇതെന്തൊക്കെയാ സംഭവിച്ച് അതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാലതാമസം ഉണ്ടായ സമയത്ത് കൃത്യമായിട്ട് ആശുപത്രി നിങ്ങൾ സമീപിച്ചില്ല എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. അല്ല ഞങ്ങൾ പോയി. ഞങ്ങൾ അന്ന് എത്ര മണിക്ക് 6:05 ആകുമ്പോൾ സംഭവം. 2 പിഞ്ച് കുട്ടികളെ എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ട് ഞങ്ങൾ ഈ കുട്ടീനെയും കൊണ്ട് പോയത്. 6 മണിയാകുമ്പോഴേക്കും 6:30 ആകുമ്പോഴേക്കും നമ്മൾ ചിറ്റൂരെത്തി. ചിറ്റൂർ അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പാലക്കാട്ടേക്കായി സാറ് എഴുതി തന്നിട്ടുണ്ട്. വേഗം എന്താണ് പറഞ്ഞാൽ ബ്ലഡ് അത് ഇതൊക്കെ നോക്കുമായിരുന്നു. പക്ഷെ ഇവരങ്ങനെയൊന്നും നോക്കിയില്ല. എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്ത് കൊടുത്തപ്പോൾ 2 പൊട്ടലുണ്ട് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ പറഞ്ഞു മുറിയിൽ കൂടി ചോരയും വരുന്നുണ്ടായിരുന്നു. അത് ചിറ്റൂരിനെ നമുക്ക് മരുന്ന് വെച്ച് തന്നിട്ടുണ്ട്. പിന്നെ അവർ ആ മരുന്നെടുത്തിട്ട് പിന്നെ പാലക്കാട്ടുകാരും എടുത്തിട്ട് പിന്നെ അത് അങ്ങനെ തന്നെ വെച്ചു. നല്ല വേദനയുണ്ടായിരുന്നു. ഇവിടുന്ന് പോകുമ്പോൾ കൈ എന്താണ് പറഞ്ഞാൽ വളഞ്ഞ് എല്ല് വളഞ്ഞ് ഈ നമ്മുടെ ഈ എല്ല് വളഞ്ഞ് ഒന്ന് ഇങ്ങോട്ടും ചേർന്നു ഒന്ന് അങ്ങോട്ടും ചേർന്ന് നിൽക്കുകയായിരുന്നു. എന്താണ് ആരോഗ്യാവസ്ഥ പറഞ്ഞാൽ കുറച്ച് ഇത്തിരി ക്രിട്ടിക്കൽ പറഞ്ഞാൽ ഇൻഫെക്ഷൻ കയറിയിട്ടുണ്ട് കുറച്ചായിട്ട് കയ്യിൽ. അപ്പം ഇനി ചൊവ്വാഴ്ച തിയേറ്ററിൽ കയറ്റും. ഏത് തരത്തിലും എന്ത് വന്നാലും നിയമ നടപടിയുമായിട്ട് ഏതറ്റം വരെയും പോകാൻ തന്നെയാണോ തീരുമാനം? എന്താണ് പറഞ്ഞാൽ എൻ്റെ മോൾക്ക് കൈയില്ല. ഇനി അവൾ ജീവിക്കണ്ടേ? ഈ ചെറുപ്രായത്തിൽ നിന്ന് ഇനി എത്ര അവൾക്ക് ജീവിക്കാനുണ്ട്? ജീവിച്ച് തുടങ്ങിയിട്ടില്ല. അല്ലേ 4ാം ക്ലാസ്സല്ലേ എത്തിയിട്ടുള്ളൂ. ഇനി ജീവിക്കണ്ടേ? ജീവിച്ച് എങ്ങനെ ഇനി ആവുമെന്നും അറിയില്ല. ഗുരുതരമായ ചികിത്സാ പിഴവുണ്ടായിട്ടും പാലക്കാട് ജില്ലാ ആശുപത്രി അധികൃതരെ അത് ക്ലീൻ ചീറ്റ് നൽകുന്ന റിപ്പോർട്ടാണ് ഉണ്ടായത്. ആരോഗ്യം സംരക്ഷിക്കാനുള്ള ശ്രമമാണെന്നാണ് കുട്ടിയുടെ മാതാവ് പ്രസീത ഇപ്പോൾ 24നോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതറ്റം വരെയും നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. ഒരു കുട്ടിക്കും ഇതുപോലെ സംഭവിക്കരുതെന്നും അമ്മ പറയുകയാണ്. കോഴിക്കോട് നിന്ന് മനു ബസ്നാർക്കൊപ്പം YS അഭിനന്ദ്, 24.